കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ എളിയ സ്നേഹവന്ദനം. തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളോട് പറയുകയാണ്, എപ്പോഴും സന്തോഷിപ്പീനെന്ന്. കേവലം തെസ്സലോനിക്കയിലുള്ള ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏതാനും പേർക്കുള്ള ഒരു ദൈവിക സന്ദേശമോ ദൈവിക നിർദ്ദേശമോ മാത്രമല്ലത്. എക്കാലത്തും ജീവിച്ചിരുന്നവരും ജീവിക്കാൻ പോകുന്നവരും ജനിക്കാൻ പോകുന്നവരുമായ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ദൈവിക സന്ദേശമാണത്. എപ്പോഴും സന്തോഷിപ്പീൻ. എന്താണ് എപ്പോഴും സന്തോഷിക്കാൻ പറയാൻ കാരണം എന്താണ്? നാം താഴോട്ട് വായിക്കുമ്പോൾ 17-18 വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. 3 കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് പറയുന്നു. ഒന്ന്, ദൈവത്തിൻ്റെ കൽപ്പനയാണ്, ദൈവത്തിൻ്റെ നിർദ്ദേശമാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. തീർച്ചയായും കർത്താവിനെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവമക്കളും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ കടപ്പെട്ടവരാണ്. സ്തോത്രം. അത് അവരുടെ ഉത്തരവാദിത്വമാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക. ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ പലതുണ്ട്. അതിലൊരിഷ്ടമാണ് എപ്പോഴും സന്തോഷിക്കണമെന്നുള്ളത്. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. സന്തോഷിച്ചാലേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ, നമുക്ക് പ്രാർത്ഥിച്ചാലേ സ്തോത്രം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതൊരു ഇൻ്റർ കണക്റ്റഡാണ്. കർത്താവിന് സ്തോത്രം. പ്രാർത്ഥിച്ചാലേ സന്തോഷമുള്ളൂ, സ്തോത്രം പറഞ്ഞാലേ സന്തോഷമുള്ളൂ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെയും കണക്റ്റഡാണ്. ഇത് 3ഉം പരസ്പരം കണക്റ്റഡാണ്. എപ്പോഴും സന്തോഷിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. സ്തോത്രം ചെയ്യുക എന്ന് പറയുന്നത് പോലും സന്തോഷത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്, ഒരു പ്രതികരണമാണ്. സ്തോത്രം സ്തോത്രം ഇല്ലേ? ചില ദൈവമക്കൾ സ്തോത്രം സ്തോത്രം എന്ന് പറയും. ഞാൻ വളരെ രസകരമായൊരു കാര്യം കേൾക്കാനിടയായി. ഒരു പ്രാർത്ഥനാ ഹോളിൽ, ഒരു ചർച്ചാകട്ടെ പ്രാർത്ഥനാ ഹോളാകട്ടെ, അവിടെ സ്ഥിരം ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുമ്പോൾ ഒരാൾ പുറകിലിരുന്നിട്ട് പ്രൈസ് ദി ലോർഡ് എന്ന് ഉറക്കെ പറയും. പ്രൈസ് ദി ലോർഡ് എന്ന് ഉറക്കെ പറയും. അപ്പോൾ എല്ലാവരും പുറകോട്ട് തിരിഞ്ഞു നോക്കും. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കാതെയായി. കാരണം ഈ പ്രൈസ് ദി ലോർഡ് പറയുന്ന ആൾ ആരാണെന്ന് അവർക്ക് മനസ്സിലാവും, ഇന്നയാളാണ്. പക്ഷേ ചില പുതിയ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഇങ്ങനെ സ്ഥിരം പറയുന്നത് അവർക്കും അതിന് നേതൃത്വത്തിലുള്ള ആളുകൾക്കും അല്പം അരോചകമായിരുന്നു. ഒരിക്കലൊരു വിശിഷ്ട അതിഥി പ്രാർത്ഥനാ സമൂഹത്തിൽ കടന്നു വന്നു. അന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട ആൾ ഈ പ്രൈസ് ദി ലോർഡ് പറയുന്ന ആളെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം ഒരു പാവപ്പെട്ടവനാണ്, അദ്ദേഹത്തിൻ്റെ ഷൂസൊക്കെ അല്പം കീറിയിട്ടുണ്ട്, ധനികനൊന്നുമല്ല. പക്ഷെ ധനികനൊന്നും അല്ലെങ്കിലും അദ്ദേഹം പ്രൈസ് ദി ലോർഡ് പറയും. കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പുറമെയുള്ള ധനത്തേക്കാൾ ഉള്ളിൽ ക്രിസ്തുവാകുന്ന ധനമുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹം പ്രൈസ് ദി ലോർഡ് എന്ന് പറയുന്നത്. സന്തോഷത്തോടെ പറയുന്നതാണ്. ഇദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാമോ, ഇന്നത്തേക്ക് ഒരു ദിവസത്തേക്ക് ആ പ്രസംഗത്തിൻ്റെ മധ്യത്തിൽ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞൊന്നും ഒച്ച വെച്ചേക്കരുത്. ഒരു കാര്യം ചെയ്യണം, നീ അങ്ങനെ പറയാതിരുന്നാൽ ഞാനൊരു ജോഡി ഷൂസ് വാങ്ങിച്ചു തരാം. ഓ, പൊട്ടിപ്പൊളിഞ്ഞ ഒരു ഷൂസ്, ഒരു പുത്തൻ ഷൂസ്, വില കൂടിയ ഒരു ഷൂസ് കിട്ടുക. അദ്ദേഹത്തിന് സന്തോഷം തോന്നി. ഓക്കെ, ഞാൻ മിണ്ടാതിരിക്കാൻ ശ്രമിക്കാം. അവർ എഗ്രി ചെയ്തു. അങ്ങനെ അന്ന് ആ വിശിഷ്ടാതിഥി വന്നു. അന്ന് അദ്ദേഹമാണ് പ്രസംഗിച്ചത്, ദൈവവചനം പറഞ്ഞത്. ആ ദൈവവചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വലിയ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകളും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും വെളിപ്പെട്ടപ്പോൾ അദ്ദേഹം പതിവുപോലെ എഴുന്നേറ്റ് പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു. പക്ഷേ പതിവിന് വിരുദ്ധമായി അദ്ദേഹം വേറൊരു കാര്യം കൂടി പറഞ്ഞു, ഷൂ ഓർ നോട്ട് ഷൂ, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തന്നെ എൻ്റെ വിചാരം. ഷൂ കിട്ടിയാലും ഷൂ കിട്ടിയില്ലെങ്കിലും പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് അദ്ദേഹം അത് പറയാൻ കാരണം, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സന്തോഷം നിറഞ്ഞപ്പോൾ അത് സ്തോത്രമായി, സ്തുതിയായി, ഹാലലുയായി ആയി പുറത്തേക്ക് ബഹിർഗമിച്ചു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് സ്തുതിയെ ആർക്കും അടക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞത്. സ്തുതിയെ ആർക്കും നിയന്ത്രിക്കാൻ പറ്റുകയില്ല. അധികാരം കൊണ്ടോ ശക്തി കൊണ്ടോ പവർ കൊണ്ടൊന്നും ദൈവമക്കളുടെ നാവിലുള്ള സ്തുതിയെയോ സ്തോത്രത്തെയോ ഹാലേലുയായെയോ വിവിധ ഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുന്നതിനെയോ നൃത്തം ചെയ്യാൻ കഴിയുകയില്ല. ചിലർ ആക്ഷേപിക്കും, സ്തോത്രക്കാർ പറഞ്ഞു പറഞ്ഞ് സ്വത്രക്കാരെന്ന് പറഞ്ഞ് അത് സൂത്രക്കാരെന്നാക്കി.
എന്നാലും സ്തോത്രം നിർത്തുകയില്ല. ദേ സ്തുതി 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 പറയുന്ന ആൾക്കാർ വരുന്നു, ആക്ഷേപിക്കും. ദേ ഹല്ലേലൂയ ആൾക്കാർ വരുന്നു. പിന്നെ അന്യഭാഷ തുടങ്ങിയപ്പോൾ മറുഭാഷക്കാർ, ആ ഭാഷക്കാർ, ഈ ഭാഷക്കാർ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ചേർത്ത് പറയാം, അന്യഭാഷ അത് സ്വർഗത്തിൻ്റെ ഭാഷയാണ്, ദൂതന്മാരുടെ ഭാഷയാണ്. ആ ഭാഷയെ കയറി വെറുതെ തൊട്ട് കൈ പൊള്ളിക്കല്ലേ എന്നൊരു എളിയ നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് അന്യഭാഷ പറയുന്ന എല്ലാവരും പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നുമില്ല. കർത്താവിന് സ്തോത്രം. ദൈവം സ്വർഗത്തിൽ നിന്ന് അയച്ച് ഒരു ദൈവത്തിൻ്റെ നാവിൽ സ്വർഗത്തിൻ്റെ ഭാഷ കൊടുത്തുവെങ്കിൽ അത് സ്വർഗത്തിൽ നിന്ന് കൊടുത്ത ഭാഷയാണെങ്കിൽ സൂക്ഷിക്കണം നാം അതിനെ വിമർശിക്കുന്നത്. ഹല്ലേലൂയ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അന്യഭാഷ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നു. ഇങ്ങനെയൊക്കെയാണ് വചനം പറയുന്നത്. അതുകൊണ്ട് അന്യഭാഷയെക്കുറിച്ച് പഠിക്കാതെ അന്യഭാഷ കേൾക്കുമ്പോൾ അരോചകമുള്ളവരുണ്ട്. അതെന്താണെന്നറിയാമോ? അത് ദുരാത്മാവിൻ്റെ ബാധയാണത്. കർത്താവിന് ദൈവാത്മാവ് ഉള്ളിലുള്ളവർക്ക് അന്യഭാഷ കേൾക്കുമ്പോൾ ആ കൂടെ ചേർന്ന് സ്തുതിക്കാനേ തോന്നുകയുള്ളൂ. ദൈവാത്മാവ് ഉണ്ടെന്ന് മനസ്സിൽ ചിന്തിക്കുകയും പക്ഷേ ദൈവാത്മാവ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന അവസരത്തിലാണ് അന്യഭാഷയെ വിമർശിക്കുന്നതും അന്യഭാഷയെ ചോദ്യം ചെയ്യുന്നതും അന്യഭാഷയ്ക്കെതിരായി ചോദ്യശരങ്ങൾ ചെയ്യുന്നതും. ഞാൻ സാഹചര്യവശാലും സൂചിപ്പിച്ചേ ഉള്ളൂ. കർത്താവിന് സ്തോത്രം. ഷുവർ നോട്ട് ഷൂ, പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നന്മയുണ്ടെങ്കിലും നന്മയില്ലെങ്കിലും ദൈവത്തെ സ്തുതിക്കണം. മോനെ, നിനക്ക് പണം ഉണ്ടെങ്കിലും പണം ഇല്ലെങ്കിലും നീ കർത്താവിനെ സ്തുതിക്കണം. കർത്താവിന് സ്തോത്രം. മോനെ, നിനക്ക് വീടുണ്ടെങ്കിലും വീടില്ലെങ്കിലും കർത്താവിനെ സ്തുതിക്കണം. നിനക്ക് ജോലി ഉണ്ടെങ്കിലും ജോലി ഇല്ലെങ്കിലും കർത്താവിനെ സ്തുതിക്കണം. നിൻ്റെ വിവാഹം നടന്നാലും നടന്നില്ലെങ്കിലും നീ കർത്താവിനെ സ്തുതിക്കണം. വിവാഹം കഴിഞ്ഞ് നിനക്ക് മക്കളുണ്ടായാലും ഇല്ലെങ്കിലും നീ കർത്താവിനെ സ്തുതിക്കണം. എന്തിനും കർത്താവിനെ സ്തുതിക്കണം. കാരണം എല്ലാത്തിലും വലിയവനാണ് ക്രിസ്തു. കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ നിങ്ങളോട് അറിയിച്ചു, നിങ്ങൾ കേട്ടവർക്കറിയാം. കർത്താവിന് സ്തോത്രം. അനുകൂല സാഹചര്യത്തിൽ മാത്രമല്ല സ്തുതിക്കേണ്ടത്, സന്തോഷിക്കേണ്ടത്, പ്രതികൂലത്തിൽ സന്തോഷിക്കാൻ കൃപ തരും. അത് ക്രിസ്ത്യാനിറ്റിയിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരിൽ അഥവാ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു നിർദ്ദേശമാണത്. അഥവാ സ്പോണ്ടേനിയസായി അവരുടെ ഹൃദയത്തിൽ നിന്നും ബഹിർഗമിക്കുന്ന ഒരു സ്തോത്രത്തിൻ്റെ സന്തോഷം. പ്രശ്നമുള്ളപ്പോഴും സ്തോത്രം പറയും, ഇല്ലേ? ചില പ്രിയപ്പെട്ടവർ മരിച്ചു കിടക്കുമ്പോഴും ദൈവമക്കൾ സ്തോത്രം പറയും. എന്താ മരിച്ചു കിടക്കുമ്പോൾ സ്തോത്രം പറയാൻ ചോദിച്ചാൽ ഒത്തിരി കാര്യങ്ങളുണ്ടാകും. സ്തോത്രം പഴയ കാലങ്ങളൊക്കെ നോക്കി, പഴയ കാലങ്ങൾ ചിന്തിച്ച് നോക്കുമ്പോൾ സ്തോത്രം പറയാൻ ഒത്തിരി കാണും. പാട്ടുകാരൻ പാടി, രോഗം വന്നാലും വിയോഗം വന്നാലും സ്തോത്രം പാടിയിടാൻ പഠിച്ചു മഞ്ഞിൽ, ജീവിച്ചാലും മരിച്ചാലും യേശുവിനായിട്ട് ജീവിക്കുമെന്നുള്ള ആ ഒരു പ്രത്യാശ തന്നു. രോഗം വന്നാലും വിയോഗം വന്നാലും ഞാൻ സ്തോത്രം പാടിയിടാൻ പഠിച്ചു മഞ്ഞിൽ. പാട്ടുകാരൻ എന്ത് മനോഹരമായിട്ട് പാടി. രോഗം വന്നാലും വിയോഗം വന്നാലും കഷ്ടത വന്നാലും ഞെരുക്കം വന്നാലും കടബാധ്യത വന്നാലും പ്രതിസന്ധി വന്നാലും ആരെല്ലാം എതിർത്താലും ഒറ്റപ്പെടുത്തിയാലും സ്തോത്രം പാടാൻ കർത്താവ് പഠിപ്പിച്ചു. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മഹത്വവും ആഴവും. ഹല്ലേലൂയ. സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കാൻ എളുപ്പമാണ്, ഇല്ലേ? അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. പക്ഷേ ദുഃഖിക്കുന്നവരോടുകൂടെ ദുഃഖിക്കാൻ അല്ല, ദുഃഖത്തിൻ്റെ സാഹചര്യം വരുമ്പോൾ ദുഃഖിക്കാൻ, ദുഃഖത്തിൻ്റെ എൻവയോൺമെൻറ്റ് വരുമ്പോൾ അതിന് മധ്യത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നത് അത് ക്രിസ്തുവിന് മാത്രമേ തരാൻ കഴിയൂ. ഇന്ന് നിരാശയോടെ, ദുഃഖത്തോടെ, ഭാരത്തോടെ, വേദനയോടെ ഒന്ന് ചിരിക്കാൻ പോലും മറന്നുപോയവരാരെങ്കിലും ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? മകളെ, നീ നാളുകളായി ചിരിച്ചിട്ട് ഒത്തിരി കാലമായില്ലേ? മകനെ, നീ ഉള്ളു തുറന്നൊന്ന് ചിരിച്ചിട്ട് എത്ര കാലമായി? യൗവനക്കാരാ, പ്രിയപ്പെട്ട പിതാവേ, പ്രിയ മാതാവേ, ചിരിച്ചിട്ട് എത്ര കാലമായി? ഒന്ന് സന്തോഷിച്ചിട്ട് എത്ര കാലമായി? ഈ യേശുവിനെ ഒന്ന് വിളിക്കൂ. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ പ്രിയ ഭാര്യയായ സാറ പറഞ്ഞു, ദൈവം എനിക്ക് ചിരി ഉണ്ടാക്കി. എനിക്ക് ചിരി മാത്രമല്ല, കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കും. ദൈവം സന്തോഷം കൊടുത്താൽ അങ്ങനെയാണ്. ദൈവം കൊടുത്താൽ ഇച്ചിരിയായിട്ട് കൊടുക്കുകയല്ല പറയരേ. ദൈവം കൊടുത്താൽ നിറവാണ്. മോനെ, നിൻ്റെ മേൽ സന്തോഷം പകർന്നാൽ അത് സന്തോഷത്തിൻ്റെ നിറവായിരിക്കും. ഇന്ന് ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കർത്താവിനോടൊന്ന് പറയാമോ? കർത്താവേ, ഈ ഭൂമിയിലെ ധനത്തെക്കാളും സമ്പത്തിനേക്കാളും ആരോഗ്യത്തെക്കാളും സൗഖ്യത്തെക്കാളും നാഥ, എൻ്റെ ഹൃദയത്തിൽ ഇറ്റ് സന്തോഷം പകരണമേ. കർത്താവേ, അത് അങ്ങയുടെ ഇഷ്ടമാണല്ലോ. എപ്പോഴും സന്തോഷിപ്പീൻ, അത് അങ്ങയുടെ ഇഷ്ടമാണ്. ആ ഇഷ്ടം എനിക്ക് നിർവഹിക്കുവാൻ, നിവർത്തിക്കുവാൻ
കർത്താവെ, എനിക്ക് ഈ ആയുസ്സിൽ ഭാഗ്യം തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. ഈ ദൈവരാജ്യം സന്തോഷത്തിൻ്റെ രാജ്യമാണ്. ആ ദൈവരാജ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ വെച്ച് നാം സന്തോഷം തുടങ്ങണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ സന്തോഷം തുടങ്ങണം, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷം തുടങ്ങണം, നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ സന്തോഷം വേണം, നിങ്ങളുടെ ദൈവവേലയുടെ മധ്യത്തിൽ നിങ്ങൾ സന്തോഷിക്കണം. നിരാശപ്പെട്ടും വാടിയും തളർന്ന് ഭയപ്പാടോടെ അല്ല ദൈവത്തിൻ്റെ വേല ചെയ്യേണ്ടത്, സന്തോഷത്തോടെ. റിജോയ്സ് എവർ മോർ, എപ്പോഴും സന്തോഷിക്കണം. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ നിർദ്ദേശവും കൽപ്പനയുമാണെങ്കിലും അതിലുപരിയായി ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നാം സന്തോഷിക്കുക എന്നുള്ള ഈ വാക്കുകൾ നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കാരണം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് സന്തോഷമാണ്. സൗജന്യമായി നിങ്ങൾക്ക് കിട്ടി, സൗജന്യമായി കൊടുപ്പിനെന്നാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്. കാരണം സൗജന്യമായി എൻ്റെ കർത്താവ് എൻ്റെ ഹൃദയം നിറച്ച് സന്തോഷം തന്നു. ഞാൻ നിങ്ങളോട് അതിശയോക്തി പറയുകയല്ല, 24 മണിക്കൂറും എൻ്റെ ഈ ചങ്കിനുള്ളിൽ സന്തോഷമാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിലെ എന്തെങ്കിലും ഉണ്ടല്ലോ എന്നോർത്തല്ല ഞാൻ സന്തോഷിക്കുന്നത്. എനിക്ക് യേശുവുണ്ട്. യേശു എന്നെ സ്നേഹിക്കുന്നു, യേശു എന്നെ കരുതുന്നു. ആരും കരുതിയില്ലെങ്കിലും, ആരും സ്നേഹിച്ചില്ലെങ്കിലും, ആരും പരിഗണിച്ചില്ലെങ്കിലും എനിക്കറിയാം എൻ്റെ യേശുവിന് എന്നെ പ്രിയമാണെന്ന്, യേശുവിന് എന്നെ വാത്സല്യമാണെന്ന്, യേശു എന്നെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുകയാണെന്ന്, യേശുവിൻ്റെ വേലക്കാരനായി എൻ്റെ കർത്താവ് എണ്ണിയെന്ന്. കർത്താവിൻ്റെ സ്തോത്രം. അവിടുത്തെ മഹത്വമുള്ള വേല ചെയ്യുവാൻ കർത്താവിനെ തിരഞ്ഞെടുത്തുവെന്ന് എല്ലാം ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചുകൊള്ളട്ടെ. ഇപ്പോൾ സന്തോഷമില്ലാത്തവർ, സന്തോഷം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിപ്പീൻ, എന്നോട് ചേർന്ന് പ്രാർത്ഥിപ്പീൻ. സ്നേഹം നിറഞ്ഞ കർത്താവേ, സ്വർഗീയ പിതാവേ, അടിയനീ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പാ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട്, യേശുവിൻ്റെ രക്തത്തിൽ ശരണപ്പെട്ടുകൊണ്ട് കർത്താവേ, ഇന്ന് സന്തോഷമില്ലാത്ത ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അടിയൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രിയപ്പെട്ട മക്കളുടെ മേൽ പനിമഞ്ഞ് പകരുന്ന പോലെ സ്വർഗീയ സന്തോഷം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശു കൊടുക്കുന്ന സന്തോഷം അത് നിലനിൽക്കുന്ന സന്തോഷമാണെന്ന്, യേശു സന്തോഷം തരുന്നവനാണെന്ന്, സമൃദ്ധിയായ സന്തോഷം തരുന്നവനാണെന്ന് ഈ മക്കൾ അനുഭവിക്കട്ടെ. കർത്താവേ, ഇതുവരെ സന്തോഷമില്ലാത്തവരുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ നദി പൊട്ടി പുറപ്പെടുന്ന ഒരാത്മീയ അനുഭവത്തിലേക്ക് ഈ ദൈവമക്കളെ നയിക്കണമെന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ അതിശയ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ ഞങ്ങൾ നിർദ്ദേശിക്കുന്നത്, നിങ്ങളോട് എളിമയോട് പറയുന്നത്, നിങ്ങൾ ഈ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും കർത്താവ് ഉത്തരം തരും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തീർച്ചയായും. പക്ഷെ നിങ്ങൾ തന്നെത്താനൊന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് മറുപടി പ്രാപിച്ച് നോക്കൂ. അത്രമാത്രം യേശുവിനെ വീണ്ടും നിങ്ങൾക്ക് അനുഭവിക്കാനിടയാകും. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ഞങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.